മാളികമായി തീരാനിടയുണ്ട്. ലാസർ എന്ന പരമദരിദ്രനായ മനുഷ്യൻ അയാൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം നമുക്ക് ഭാവന ചെയ്യാവുന്നതിന്റെ അപ്പുറമാണ്. എന്തുകൊണ്ട്? ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ തിരക്കിയാണ് അയാൾ നിൽക്കുന്നത്. എച്ചിൽ കൂമ്പാരത്തിൽ കൈയിടാൻ തയ്യാറായ തരത്തിൽ വിശപ്പും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, അതിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് വിഭാവനം ചെയ്യാൻ പറ്റും? രണ്ടാമത് അയാളുടെ രോഗാവസ്ഥ. അയാൾ ഏതെങ്കിലും 5 സ്റ്റാർ ഹോസ്പിറ്റലിന്റെ ICUയിൽ കയറ്റാവുന്നിടത്തൂടെ എല്ലാം കുഴലും കയറ്റി കിടക്കുന്ന അവസ്ഥയിലല്ല. പിന്നെയോ തെരുവിൽ നായ്ക്കളയുടെ വ്രണങ്ങൾ നക്കിത്തുടക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്ത് ദാരിദ്ര്യത്തിന്റെയും രോഗത്തിന്റെയും പരകോടിയിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. അയാളുടെ രണ്ടാമത്തെ പ്രത്യേകത, അയാളുടെ കൂടെ ആരുമില്ല. സിമ്പിളാണ്. കംപ്ലീറ്റ് ലോൺലിനെസ് ആണ് അയാൾ. അയാളുടെ മൂന്നാമത്തെ പ്രത്യേകത, ഒരാശ്വാസവാക്ക് പോലും അയാൾക്ക് ലഭിക്കുന്നില്ല. സാരമില്ല, പോട്ടെ, ആരും പറയുന്നില്ല. നാലാമത് അയാളുടെ പ്രത്യേകത, അവരന്റെ ഉയർച്ച ദിവസം പ്രതി കാണേണ്ടി വരിക. ഇന്നും രാവിലെ ലാസർ കണ്ണു തുറന്നു നോക്കുമ്പോ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് മാറി മാറി ദിനം പ്രതി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ധനവാനായ മനുഷ്യനെയാണ് കാണുന്നത്. അഞ്ചാമത് അയാളുടെ പ്രത്യേകത, അവരന്റെ ദുഷ്ടത ദിവസം പ്രതി കാണേണ്ടി വരിക. അയാളുടെ ഹൃദയകാഠിന്യം. ആറാമത് അയാളുടെ പ്രത്യേകത, തന്നെ പോലെ തന്നെ ഒരു ദരിദ്രവാസി കൂട്ടിനില്ല എന്നുള്ളതാണ്. ഒരുത്തനുണ്ടായിരുന്ന എത്ര ആശ്വാസമുണ്ട്. തന്നെ പോലെ തന്നെ ഒരുത്തനുണ്ടാകും. ഏഴാമത്തെ പ്രത്യേകത, വിഡ്ഢികളുടെ ഉപദേശം സഹിക്കേണ്ടി വരും. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ വഴിയിൽ ലാസർ കിടക്കുന്നു, ധനവാന്റെ വീടിന്റെ മുന്നിൽ. കുറെ കാലവും അതുവഴി പോകുന്ന ആൾക്കാരിൽ പലരും കയറി ഉപദേശിച്ച് കാണും, ലാസറെ ഇവിടുന്ന് മാറി അപ്പുറത്ത് കിടക്കുക. ഇവിടെ കിടന്നിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലല്ലോ, ഇവിടെ നിന്ന് മാറിക്കിടക്കുക. സെന്റ് ജോൺ ക്രിസോസ്റ്റം പ്രഭാഷണത്തിൽ ഈ സന്ദർഭത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നൊരു ചെറിയ ഭാഗം ചേർത്ത് വെക്കുന്നു. ഇയ്യോബ് വലിയ കഷ്ടതയിലായിരുന്ന സമയത്ത് ഭാര്യയും പോയി, ഭൃത്യന്മാരും പോയി, മക്കളെല്ലാം പോയി. അവസാനം സ്നേഹിതന്മാർ 4 പേർ ഇയ്യോബിനെ കാണാൻ വരും. അവർ വന്ന് 7 ദിവസം മൗനമായി ഇയ്യോബിന്റെ കൂടെയിരുന്നു. ഇയ്യോബിന് വലിയ ആശ്വാസമായി. അത് കഴിഞ്ഞ് അവർ ഉപദേശിക്കാൻ തുടങ്ങി. സൈലന്റ് ആയിരുന്നു ഇയ്യോബ്, വയലന്റ് ആയി. ചിലപ്പോൾ നമ്മുടെ അടുത്തും വരും. നമുക്കെന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത്, ഒരു രോഗം വന്നെന്ന് വിചാരിക്കും, ആരെങ്കിലും ഒരാൾ വരും, വീട്ടിൽ വരും, ആശ്വസിപ്പിക്കാനാണ്. എന്നിട്ട് ഈ രോഗമൊക്കെ ചോദിക്കും. ലക്ഷണമൊക്കെ കേട്ട് കഴിയുമ്പോൾ പറയും, എൻ്റെ ഇന്നാർക്കും ഇതേ അസുഖമായിരുന്നു, 2 ദിവസം കഴിഞ്ഞപ്പോൾ പോയി. എന്തൊരാശ്വാസം. വിഡ്ഢികളുടെ ഉപദേശം. എട്ടാമത്തേത്, 1 2 ദിവസമോ 1 മാസമോ 10 മാസമോ 2 വർഷമോ അല്ല, ആയുഷ്കാലം മുഴുവൻ ലാസറിന് ഇതുണ്ട്. ഇനി 9ാമത്തെ ഗുണവിശേഷം, ഇങ്ങനെ 8 പ്രതികൂലങ്ങളായ അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിരുന്നിട്ടും 9ാമത് ലാസറിന് കൊടുത്തിരിക്കുന്ന വിശേഷണം അയാളുടെ നാവടക്കം. ലാസർ ഒരു വാക്ക് സംസാരിക്കുന്നതായി കഥയിൽ പറയുന്നില്ല യേശു. ഇനി ഞാൻ ഈ പറഞ്ഞ 8 വിശേഷണ പദങ്ങളിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഒന്ന് കയറ്റിയിറക്കണം. ഇതിലെവിടെയെങ്കിലും നമ്മുടെ നാക്കനങ്ങുന്നുണ്ടെന്ന് നോക്കണം. 1, ദാരിദ്ര്യം, രോഗം. രോഗം വന്നു, പ്രയാസം വന്നു. അച്ഛനോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ പ്രാർത്ഥന ഏക്കാഞ്ഞിട്ടാണോ അങ്ങോട്ട് വലിയ മെച്ചം കിട്ടിയില്ല, മെത്രാനെ കണ്ടെന്നോ മെത്രാനോടും പറഞ്ഞു പ്രാർത്ഥിക്കണം. തിരുവേനി മുമ്പേ പറഞ്ഞ പോലെ മെത്രാന്മാർക്ക് തിരക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോലും. അപ്പം മെത്രാന്റെ പ്രാർത്ഥന ഏറ്റില്ല. ഞങ്ങളുടെ കോണ്ടക്സ്റ്റിൽ പറഞ്ഞാൽ പിന്നെ ആൾക്കാർ പരിമലൊക്കെ പോയി. ഇവിടെ കൊണ്ടേറ്റില്ല. പിന്നെ ആലപ്പുഴ വഴി
അവിടെ കൊണ്ടിരിക്കില്ല. പിന്നെ പോകാവുന്നിടത്തോടൊക്കെ അങ്ങ് പോയി, അതിലെല്ലാം പോയിട്ടങ്ങ് തിരിച്ചു വന്നിട്ട് കണിയാനിയുണ്ട് കണ്ടത്, അതും കൊണ്ടിരിക്കില്ല. പിന്നെ ഈ ചരടോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ? സത്യം പറഞ്ഞ നമ്മുടെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ എന്ത് ദുർബലമാണ്. ഈ പറയുന്ന ലാസർ അനുഭവിച്ച രോഗാവസ്ഥയിലോ ദാരിദ്ര്യാവസ്ഥയിലോ ഒന്നും നമ്മൾ ചെല്ലണ്ട. ചെറിയ പരു വന്നാൽ മതി, ഇത്രയ്ക്കുള്ളൂ നമ്മൾ, ഇത്രയ്ക്കുള്ളൂ നമ്മൾ. ഇല്ല, നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടെ സത്യവിശ്വാസമുള്ള ക്രിസ്ത്യാനികളാണ്. അപ്പൊ നിങ്ങൾ ഒന്നാമത്തേത് അത് ജീവിച്ചു, നിങ്ങൾ മിണ്ടിയില്ല, തെരുപുറത്തില്ല, വേറെ പോയില്ല. രണ്ടാമത്തേത് ആരും കൂടെയില്ല, അവിടെ നിങ്ങൾ പിടിച്ചു നോക്കണ്ടാണ്. സാരമില്ല, പോട്ടെ, ഒരാശ്വാസവാക്ക് പറയാൻ അവിടെയും നിങ്ങൾ പിടിച്ചു നിൽക്കും. അങ്ങനെ അച്ഛന്മാരുടെ ആത്മവിശ്വാസം കണ്ടാൽ ജനങ്ങൾ അങ്ങനെ പോകില്ല. പക്ഷെ നാലാമത്തേത് വരുന്നു, ചെറുതായിട്ട് നാക്കനങ്ങുള്ളൊരു സംശയം. നാലാമത്തേതാണ് അപരന്റെ ഉയർച്ച ദിവസം പ്രതി കാണേണ്ടി വരും. അവിടെയും നമ്മൾ പരാതിയൊന്നും പറയത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ അറിയാതെ, രാജാപ്രാർത്ഥന പറയുന്നതിനിടയ്ക്ക് അറിയാതെ ചിലപ്പോൾ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, കൺവെൻഷന് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു, പക്ഷെ അവളിതൊന്നും ചെയ്യുന്നില്ല. എന്തും ഉയർച്ചയില്ല. നമുക്കാണ് കഷ്ടപ്പാട് മാത്രമില്ല. നമ്മൾ ഒന്നല്ലോ പറഞ്ഞു അറിയാതെ ചിലപ്പോൾ നാക്കാണ് അവരെന്റെ ദുഷ്ടത ദിവസം പ്രതി കാണേണ്ടി വരിക. അതേപോലെ തന്നെ ഒരു തിരുതിരുവാസം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പിള്ളേർ ഈ വിദേശത്ത് പോകുന്നതൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു. വിദേശത്ത് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നി, ഇപ്പോൾ കുറച്ച് പേരെങ്കിലും അപ്പുറത്തെ വീട്ടിൽ അവൻ ജർമ്മനി പോയത് കൊണ്ട് മാത്രമാണ് ഇവൻ ആ ജർമ്മൻ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇവനും ദരിദ്രവാസിയിട്ട് ഇവനെ തെറ്റിതിരിഞ്ഞ് നടക്കുവാണെങ്കിൽ ഇവനും ഇവിടെ നടക്കാതാണ്. ഈ മലയാളിക്ക് പൊതുവെ കുറച്ചു നാൾ മുമ്പത്തെ അസുഖം വീട് പണിയായിരുന്നു. മത്സരിച്ച് വീട് പണി. കമ്പാരിസൺ എന്ന് പറയുന്ന ലോകം ഏറ്റവും കൂടുതൽ പിടിപെട്ടിട്ടുള്ള ഒരു ഹോമോസാപ്പിയൻസിന്റെ സ്പീഷീസാണ് ശരിക്കും പറഞ്ഞാൽ ഈ മലയാളി. താരതമ്യം അപ്പുറത്തന്നെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെ 8 കൂട്ടം പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളിലും നാവടക്കം പുലർത്തിയിരുന്ന ലാസർ, നമ്മൾ ഇതുവരെ ഈ ഉപമയിൽ പരമദരിദ്രനായ, സഹാനുഭൂതി നമുക്ക് തോന്നേണ്ട നിർഭാഗ്യവാനായ ഒരു മനുഷ്യനെന്ന് കരുതിയിരുന്ന ഈ മനുഷ്യനെ സഭാ പാരമ്പര്യത്തിൽ സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് Lazarus stands as a single teacher for the whole world. ഈ ലോകത്തിന് മുഴുവൻ ഒരു മഹാഗുരുവായിട്ടാണ് ലാസറിനെ ഈ കഥയിലൂടെ യേശു അവതരിപ്പിക്കുന്നത്. ഇത് മോശ പറഞ്ഞ കഥയല്ല, യേശു പറഞ്ഞ കഥയാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. എന്തുകൊണ്ടാണ് പരമദരിദ്രനായ, നിസ്വനായ, സ്വാത്വികനായ ലാസറിനെ ആത്മനിയന്ത്രണത്തിന്റെ മൂലമാതൃകയായി അവതരിപ്പിക്കുന്നത്? ഇത്രയേറെ പ്രതികൂലങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും താൻ പുലർത്തിയ ആന്തരിക ഗുണവിശേഷണങ്ങളാണ് അയാൾക്കൊരു ഐഡന്റിറ്റി നൽകുന്നത്. വീണ്ടും പറയട്ടെ, ക്രിസ്തു പറഞ്ഞ എല്ലാ കഥയിലും ധനത്തിൽ ആശ്രയിച്ചവന്മാർക്കെല്ലാം ധനവാനെന്ന് ഒറ്റപ്പേരേ ഉള്ളൂ. എന്നാൽ പരമദരിദ്രനായ ഈ മനുഷ്യന് ഒരു പേരുണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്. ബിക്കോസ് ഓഫ് ഹിസ് ഇന്റേണൽ ക്വാളിറ്റീസ്. അവിടെയാണ് ദൈവം മുമ്പാകെ ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നത്. ആന്തരിക ഗുണവിശേഷണങ്ങളാലാണ്, ബാഹ്യമോടികളിലല്ല. കാരണം ദൈവം ഹൃദയം നോക്കുന്നവനാണ്, ഹൃദയവിചാരങ്ങൾ അറിയുന്നവനാണ്. ആ ഹൃദയവിചാരങ്ങളെ ശുദ്ധമായി സൂക്ഷിച്ച മനുഷ്യൻ, അയാൾക്ക് ബാഹ്യമായി നോക്കിയാൽ ഒന്നുമില്ല. അത് നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ മഹാനായ ഡയോജനസിനെ പോലെ, ഇങ്ങേറ്റത്തെ മഹാനായ ഗാന്ധിയെ പോലെ, അല്ലെങ്കിൽ തിരുവഴുത്തിന്റെ ചരിത്രത്തിൽ മഹാനായ ഏലിയ പ്രവാചകനെ പോലെ, ഇങ്ങേറ്റത്തെ സ്നാപക യോഹന്നാനെ പോലെ, അസേസിയിലെ ഫ്രാൻസിസിനെ പോലെ
ഇങ്ങനെ നിസ്വനായി